സത്യം പറഞ്ഞാൽ ഓരോ മരവും ഇങ്ങനെ വെട്ടി വീഴ്ത്തപ്പെടുമ്പോൾ എത്രമാത്രം സങ്കടമാണെന്നറിയോ. കാരണം ഇതിൽ താമസിക്കുന്ന കുറേ കിളികളുണ്ടല്ലോ, അവരുടെ സങ്കടം ഓർത്തിട്ടുള്ള ഇതാണ്. സത്യം പറഞ്ഞാൽ മരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കിളികളൊക്കെ ഇങ്ങനെ വന്ന് കുയിലിൻ്റെ പാട്ടും പിന്നെ മൈനയുടെ കരച്ചിലും പിന്നെ മരം കൊത്തീൻ്റെ പിന്നെ കുയിലിൽ തന്നെ കുറേ വിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു നാച്ചുറൽ സൗണ്ടും നാച്ചുറൽ സൗന്ദര്യവും ഒക്കെ കൂടി നമുക്ക് ഒത്തുകൂടുമ്പോഴുള്ള ആ ഒരു രസം, ആ നൊസ്റ്റാൾജിയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത്. രാവിലെ ഇങ്ങനെ അവരുടെ പാട്ട് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഹൈദരാബാദിലൊക്കെ വർക്ക് പിന്നെ നാഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഗവൺമെൻറ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തായിരുന്നു. ആ ടൈമിൽ നസിയറ്റിൽ പോകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ താമസിച്ചതിൻ്റെ അടുത്തൊരു വലിയ അത്തിമരമുണ്ട്. രാവിലെ ഭയങ്കര കൂക്കുംവിളിയാണ്. ഇവർ വന്നിട്ട് അത്തിപ്പഴം തിന്നാൻ വേണ്ടിയിട്ടുള്ളവരെ ഒച്ചയും ബഹളവും. കാരണം സത്യം പറഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം പിന്നെ ഇവർ അത്രയും ബഹളാവും. കാരണം ഇവരെ കൂക്കും വിളിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പെണ്ണുങ്ങൾ വർത്തമാനം പറയുന്ന പോലെ തന്നെ ഈ കിളികളും. ഞാൻ പറയും മനുഷ്യരെക്കാളും കൂടുതൽ ഇവർ നിർത്താതെ ഇതാവും. അതേപോലെ വേറൊരു രസം എന്താണെന്നറിയോ, ഇവർ കൂടടയാൻ നേരത്തുണ്ട് ഇവരൊരു കളി. ആൺപക്ഷി അങ്ങോട്ട് വറക്കലും പെൺപക്ഷി ഇങ്ങോട്ട് വറക്കലും. ചിലപ്പം പെണ്ണ് തെറ്റിപ്പോയിട്ട് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഒരാൾ പോകുന്ന പോലെയൊക്കെ തോന്നലുണ്ട് എനിക്ക്. കാരണം അവരൊരു മരത്തിൽ ഒരാൾ പോയിരിക്കും, അപ്പോഴത്തേന് വേറൊരാൾ ആ മരത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് എങ്ങനെ പാറി നടക്കും. ഞാൻ സത്യം പറഞ്ഞാൽ സ്ഥിരമായി ആസ്വദിക്കുന്ന കുറേ കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പഴയ തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ പഴയ തെങ്ങുകളൊക്കെ ഇങ്ങനെ ഈ ഇതൊക്കെ അതായത് ഇടിയൊക്കെ വെട്ടുമ്പോൾ തെങ്ങ് ഇതാവൂലേ, അതായത് ഇടി വെട്ടുന്ന സമയത്ത് തെങ്ങിൻ്റെ തലഭാഗം പോയ തെങ്ങുകളൊക്കെ ഇഷ്ടംപോലെ ഇതാണ്ടോ ഇങ്ങനെ നിൽക്കുന്ന തെങ്ങുകളുണ്ടല്ലോ. ഈ തെങ്ങുകളൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ നോക്കൂ എത്ര ധാരങ്ങളുണ്ടെന്നറിയോ. നോക്കിയാൽ തന്നെ കാണാം ഇതിലൊരുപാട് ഓട്ടകളുണ്ട്. ഈ ഓട്ടകളിലൊക്കെ ഓരോ കിളികളും താമസിക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ അമ്മേനോട് പറയുമായിരുന്നു, ഇവിടെ ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ ഒരു ഇതേപോലത്തെ തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയും എന്നും അത് വെട്ടി കത്തിക്കണം നമുക്ക് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയും അതൊരിക്കലും വെട്ടരുത്. കാരണം അതിലെത്ര ആൾക്കാരെ വീടാണെന്നറിയോ. അതുകൊണ്ട് അതൊരിക്കലും വെട്ടരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത കാലത്താണ് അത് വീണത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള കുറേ തെങ്ങുകളുണ്ടായിരുന്നു കേട്ടോ. ആ തെങ്ങുകളുള്ള സമയത്തൊക്കെ ചില സമയത്ത് ഒരു ദിവസം രാത്രിയാണ് ആ തെങ്ങ് ഇതേപോലെ പോടായി എല്ലാവരും കൂട് വെച്ച് തെങ്ങ് പോട് പോലെ ആയി. ഒരു ദിവസം രാത്രി ഈ തെങ്ങ് വീണു കേട്ടോ. തെങ്ങ് വീണപ്പോൾ ഭയങ്കര കിളികളുടെ ഒച്ച ഇങ്ങനെ കേൾക്കായിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്നറിയോ, അതിൽ മുട്ട ഇട്ടിരിക്കുന്ന കിളികളുണ്ടാവും. പിന്നെ രാത്രിയായാൽ നമ്മളുടെ അവസ്ഥ, അതായത് പെട്ടെന്നൊരു വീട് നഷ്ടമാകുമ്പോൾ നമുക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും. അതേ ഒരു ഫീലിംഗാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മളെപ്പോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ ഞാൻ എപ്പോഴും അമ്മോട് പറയുന്ന വേറൊരു കാര്യമാണ് എന്താണെന്നറിയോ, പിന്നെ അണ്ണാനൊക്കെ ദിവസവും ഇങ്ങനെ ചോറ് ഞാൻ എന്നും രാവിലെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ, അണ്ണാമാർക്കൊക്കെ ചോറ്. അപ്പോൾ അമ്മോട് ഞാൻ പറയുന്നതാണ്, നമുക്കാണെങ്കിൽ കടയിൽ പോയിട്ട് പിന്നെ അരി വേണം, പൈസ കൊടുത്തിട്ട് നമുക്ക് സാധനമൊക്കെ മേടിക്കാമല്ലോ. പക്ഷേ ഇവർക്കത് മേടിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന സാധനമല്ലേ തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവർക്ക് എന്നും കറക്റ്റായിട്ട് അവരെ മുഖമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സങ്കടമാണ്. നാളെ അവർക്ക് എന്ത് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ പഴമൊക്കെ മേടിച്ചിട്ട് വരും. കാരണം പഴമൊക്കെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരിക നമുക്ക്.
അപ്പോൾ ഞാൻ ഈ മരം വെട്ടുന്നതും ചിത്രമൊക്കെ മരം വെട്ടുന്നതൊക്കെ കാണുമ്പോഴേ, കാരണം ഓരോ ദിവസവും അവർ കൂട് വയ്ക്കുന്ന സ്ഥലങ്ങളാണല്ലോ, കാരണം അവർ താമസിക്കുന്ന വീടുകളാണ് ഈ കാടുകളൊക്കെ. അപ്പോൾ ഈ കാടുകൾ നഷ്ടമാകുമ്പോൾ, മരങ്ങൾ നഷ്ടമാകുമ്പോൾ അവരെ കൂടുകളും നഷ്ടമാവുകയാണ്. അപ്പോൾ അവർ വേറെ സ്ഥലം അന്വേഷിച്ച് പോവുക. നമുക്കും ഇവരുടെ പാട്ട് കേൾക്കുന്നതൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതിൽ ഈ എത്ര ഓട്ടോ കണ്ടില്ലേ, ഇതിലൊക്കെ ചിലപ്പം മരം കൊത്തികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ ഇരുന്നിട്ട് നോക്കണമൊക്കെ ഞാൻ കാണലുണ്ട്. അവന് കൊടുത്ത രണ്ട് ഭാര്യമാര്, പിന്നെ 2 കക്കൂസും നമ്മളെ വെട്ടിലാരും കൂടി നിന്നിട്ട് 4 ലോഡ്, 5ാമത്തെ ലോഡ് വറുതി കിട്ടിയാണ് കുടിവറവ്. ഇവിടെ നമ്മൾ 4 ലോഡ് പോയി എന്താ വൈകുന്നേരമായി വിറകുണ്ട്, കട്ടൻസ് മുൻപിലാറുണ്ട്. ശരിയെന്ന് പാലക്കാട് നല്ലത് വായി പാലക്കാട് ഇതാണ് വുഡ് പ്ലക്കർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മരം കൊത്തിന് കാണണ്ടേ, ആശാരിമാർ ഉളി കൊണ്ട് മേടുന്ന പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഇവർ തമ്മിലുള്ള യുദ്ധമാണ്, അണ്ണാനും കിളികളും തമ്മിലുള്ള യുദ്ധം.